കോഴിക്കോട് നാദാപുരത്ത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ +1 വിദ്യാർത്ഥിക്കെതിരെ പോലീസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും. കുട്ടി പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നടപടി. +1 വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട്. അഭിജിത്ത്, ആൾമാറാട്ടമാണല്ലോ, പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ലേ വിദ്യാർത്ഥിക്ക്? എന്താണ് പോലീസിന്റെ നടപടി അഭിജിത്ത്? ഉന്മേഷ്, ബിരുദ വിദ്യാർത്ഥിയായ ഒരു ബിരുദനാണ് ഇന്നലെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയത്. ഇയാളെ കയ്യോടെ പിടികൂടി നിലവിൽ നാദാപുരം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ +1 പരീക്ഷ എഴുതേണ്ട കുട്ടിക്കെതിരെ കൂടി പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ്. ഇയാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. അതിനാൽ തന്നെ ഈ കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കും. ഒപ്പം ഈ കുട്ടിയോടുകൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകും. കുട്ടിയെയും ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. RAC കടമേരിയിലുള്ള RAC ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുകയാണ്. അതിനിടയിൽ ഒരു വിദ്യാർത്ഥിയെ, പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയെ സംശയം തോന്നി ഇൻവിജിലേറ്റർ പരിശോധിച്ചു. അപ്പോഴാണ് അയാളുടെ കൈവശമുണ്ടായിരുന്ന ഹാൾ ടിക്കറ്റിൽ ചില ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയത്. അതിൽ പ്രിന്റ് ചെയ്തു വന്ന ഫോട്ടോ ബ്ലറർ ചെയ്ത നിലയിലായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഈ പരീക്ഷ എഴുതുന്നത് ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് എന്ന് കണ്ടെത്തുകയാണ്. ഈ പരീക്ഷ എഴുതേണ്ട കുട്ടിയും ഈ വന്നിരിക്കുന്ന ബിരുദ വിദ്യാർത്ഥിയും ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല. അവർ പുറത്ത് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എക്സാമിനായി ഇവിടേക്ക് എത്തിയതാണ്. ഏതായാലും അപ്പോൾ തന്നെ അവർ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു, ഇൻവിജിലേറ്റർ. തുടർന്ന് പ്രിൻസിപ്പൽ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് എത്തി നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഈ കുട്ടികൾക്കെതിരെ മറ്റ് നടപടികൾക്ക് കൂടി സാധ്യതയുണ്ട്. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടികൾക്ക് കൂടി ഏതായാലും സാധ്യതയുണ്ട്. കാരണം ഒരാൾമാറാട്ടമാണ് നടത്തിയത്. ഈ +1 വിദ്യാർത്ഥിക്കെതിരെയും ഒപ്പം ഈ ബിരുദ വിദ്യാർത്ഥിക്കെതിരെയും നടപടി വരും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.